ഹലോ എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജഗദീപ് ധങ്കർ എന്ത് ചെയ്തിരുന്നു, രാജിവെച്ചിരിക്കുന്ന വാർത്തകൾ എല്ലാവരും അറിഞ്ഞിരിക്കും അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന SSC, PSC, UPSC പോലുള്ള എക്സാമിനേഷൻസ് എന്തായാലും അതിന് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് എവിടുന്നായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരിക്കും അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ വൈസ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ, അല്ലേ? റെഡി അല്ലേ? ഓക്കെ, തുടങ്ങാം. അപ്പം ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതായത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയും കോൺസ്റ്റിറ്റ്യൂഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 63 മുതൽ 73 വരെയാണ് പറയുന്നത്. ഓക്കെ, ഒരു ഉപരാഷ്ട്രപതിയെ എങ്ങനെ നിയമിക്കണം, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്തെല്ലാം ആയിരിക്കണം, അത് ഇലക്ഷൻ എങ്ങനെയായിരിക്കണം, അതേപോലെ തന്നെ ഒരു ഉപരാഷ്ട്രപതി എങ്ങനെ സ്ഥാനത്ത് നിന്ന് മാറ്റാമെന്നുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 63 മുതൽ ആർട്ടിക്കിൾ 73 വരെയുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഉപരാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയിൽ പറയുന്നത് ആർട്ടിക്കിൾ 63 മുതൽ ആർട്ടിക്കിൾ 73 വരെയാണ്. ഓക്കെ ആണല്ലോ, അപ്പം കിടക്കാം, ഇതിലൂടെ കിടക്കാം. ഓക്കെ, ആർട്ടിക്കിൾ 63 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 63 പറയുന്നത് ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ട് എന്നുള്ളതാണ്, ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ട് എന്നുള്ളതാണ് ഇത് പറയുന്നത്. ആർട്ടിക്കിൾ 63 പറയുന്നത്, ആർട്ടിക്കിൾ 63 പറയുന്നത് എന്താണ്? ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ട്. ഓക്കെ, ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടെന്നാണ് ഇത് പറയുന്നത് ആർട്ടിക്കിൾ 63 പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ ആർട്ടിക്കിൾ 64 പറയുന്നത് എന്താണെന്ന് നോക്കുക. ഉപരാഷ്ട്രപതി ഔദ്യോഗിക നിലയിൽ രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കും. അദ്ദേഹം ആദായപരമായുള്ള മറ്റൊരു പദവിയും വഹിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 64 പറയുന്നത്. ഉപരാഷ്ട്രപതി ഔദ്യോഗിക നിലയിൽ രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കും. അതായത് രാജ്യസഭയുടെ ചെയർമാൻ ആരെന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആദായപരമായിട്ടുള്ള മറ്റൊരു പദവി വഹിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, ഒരു വ്യക്തി എന്ത് വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ എന്താ ഉപരാഷ്ട്രപതി അദ്ദേഹം സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം മുമ്പ് ആരുമായിക്കോട്ടെ, അത് IAS കാരനാവാം, അദ്ദേഹം ഡോക്ടർ ആവാം, അദ്ദേഹം ഒരു ടീച്ചർ ആവാം, ആരുമായിക്കോട്ടെ, അദ്ദേഹം പറ്റില്ല, അദ്ദേഹത്തിന് ആദായപരമായ മറ്റൊരു പദവിയും പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് വഹിക്കാൻ പാടുള്ളതല്ല അല്ലെങ്കിൽ വഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 64 പറയുന്നത്. ഓക്കെ, അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം ആരാണ്? അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 64 പറയുന്നത്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ ചെയർമാൻ ആയിരിക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു പദവിയും എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് ആദായപരമായ മറ്റൊരു പദവിയും അദ്ദേഹത്തിന് വഹിക്കാൻ പാടുള്ളതല്ല. ഓക്കെ ആണല്ലോ. അടുത്തത് ആർട്ടിക്കിൾ 65. ആർട്ടിക്കിൾ 65 പ്രകാരം വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയോ പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയോ ചെയ്യുന്ന ഏതൊരു കാലഘട്ടത്തിലും അദ്ദേഹം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ ചെയർമാൻ സ്ഥാനത്തിന്റെ ചുമതല നിർവഹിക്കാൻ പാടുള്ളതല്ല. കൂടാതെ ആർട്ടിക്കിൾ 67 പ്രകാരം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ചെയർമാൻ നൽകേണ്ട ശമ്പളത്തിനോ അലവൻസിനോ അദ്ദേഹത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 65 പറയുന്നത്. എന്താണ് ആർട്ടിക്കിൾ 65 പറയുന്നത്? ഓക്കെ, ആർട്ടിക്കിൾ 65 വെച്ചാൽ നിങ്ങൾ ഇത്ര രീതിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എഴുതി വെച്ചേക്കുന്നുണ്ട്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പ്രസിഡന്റിന്റെ അഭാവത്തിൽ ആർക്ക് ആ സ്ഥാനം ഏറ്റെടുക്കണം? വൈസ് പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിക്ക്. ഒരു രാഷ്ട്രപതി ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങളും മറ്റും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഓക്കെ, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അദ്ദേഹത്തിന് രാജ്യസഭയുടെ ചെയർമാനായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ രാജ്യസഭയുടെ ചെയർമാന് കിട്ടുന്ന ശമ്പളത്തിന് അദ്ദേഹത്തിന്റെ അലവൻസിന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അദ്ദേഹത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് ഇത് പറയുന്നത് ആർട്ടിക്കിൾ 65 പറയുന്നത്. ഓക്കെ ആണല്ലോ. ആർട്ടിക്കിൾ 65 എന്താ പറയുന്നത്? പ്രസിഡന്റിന്റെ അഭാവത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രസിഡന്റ് അഭാവത്തിൽ ആർക്ക് ചുമതലയേൽക്കുന്നു? നമ്മുടെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ചുമതലയേൽക്കുകയും ചുമതലയേൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അദ്ദേഹത്തിന് രാജ്യസഭയുടെ സ്പീക്കറായിട്ടിരിക്കാൻ, ചെയർമാനായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് എന്തില്ല, യോഗ്യതയില്ലെന്നും അതേപോലെ തന്നെ ചെയർമാന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിനോ അദ്ദേഹത്തിന്റെ അലവൻസിനോ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ലെന്നുമാണ് എന്ത് പറയുന്നത് ആർട്ടിക്കിൾ 65 പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ആർട്ടിക്കിൾ 66 എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 66 എന്താ നോക്കണ്ടേ? ആർട്ടിക്കിൾ 66 എന്താ നോക്കാം. ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 66 പറയുന്നത്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ഇരുസഭകളിലെ അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഇലക്ടറൽ കോളേജ് അംഗങ്ങളാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഒറ്റ കൈമാറ്റം ചെയ്യാവുന്ന വോട്ട് ഉപയോഗിച്ച് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം വഴിയാണ് ഇത് ചെയ്യുന്നത്. അത്തരം തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് രഹസ്യ ബാലറ്റ് വഴിയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് പാർലമെന്റിന്റെ ഇരുസഭകളും കൂടി ചേർന്നായിരിക്കും എന്ത് നടത്തുന്നത്? ഈ ഇലക്ഷൻ നടക്കുന്നത്. ആർക്ക് വേണ്ടിയുള്ള ഇലക്ഷൻ? വൈസ് പ്രസിഡന്റിന് വേണ്ടിയുള്ള ഇലക്ഷൻ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ അവരെല്ലാം കൂടിയിരുന്ന് ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ഷൻ നടത്തുന്നു. ഒരാൾക്ക് ഒരു വട്ടം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വോട്ട് ചെയ്യാൻ പറ്റുന്ന
സമ്പ്രദായമാണ്. അത്തരത്തിൽ എന്ത് ചെയ്യുന്നു, ഓരോ വ്യക്തികളും എന്ത് ചെയ്യുന്നു, വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്യുന്ന എന്തായിരിക്കും, സുതാര്യമായിരിക്കും രഹസ്യ ബാലറ്റ് വഴിയായിരിക്കും. ഓക്കെ ആണല്ലോ. തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടെടുപ്പ് എന്തായിരിക്കും, രഹസ്യ ബാലറ്റ് വഴിയായിരിക്കും. ഓക്കെ ആണല്ലോ. ഏത് വ്യക്തി ആർക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, അത്രത്തോളം രഹസ്യമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ തന്നെ ഭൂരിപക്ഷം കിട്ടിയത് ഏത് വ്യക്തിക്കാണ്, ആ വ്യക്തി എന്തായി മാറുകയാണ്, വൈസ് പ്രസിഡന്റായിട്ട് മാറി, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയായിട്ട് അദ്ദേഹം മാറുകയാണ്. ഓക്കെ, ഭൂരിപക്ഷം കിട്ടിയ വ്യക്തി എന്തായി മാറുന്നു, വൈസ് പ്രസിഡന്റായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയായിട്ട് അദ്ദേഹം സ്ഥാനമേൽക്കുകയാണ്. ഓക്കെ ആണല്ലോ. പൊതുവെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംവിധാനം പോലെ. ഓക്കെ, അത്ര രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആലോചിക്കൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ വളരെ സുതാര്യമായിട്ടൊക്കെ നമുക്ക് കള്ളത്തരങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആർക്കൊക്കെയാണ് വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാത്തത്. പിന്നെ നമുക്ക് കോമൺ സെൻസ് ആണല്ലോ അല്ലേ. എന്താണ്, ഭൂരിപക്ഷം കിട്ടിയ വ്യക്തിക്ക് എന്ത് കിട്ടത്തുള്ളൂ, അദ്ദേഹം സ്ഥാനം ലഭിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അതേപോലെ പിന്നെ ഓർത്ത് വെക്കണം മറ്റൊരു വെച്ചാൽ രാജ്യസഭയിലെ പാർലമെന്റിന്റെ 2 സഭകളും കൂടെ കൂടിയിരുന്നാട്ടോ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത് നോക്കാം. ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെയോ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെയോ നിയമസഭയുടെ അംഗമായിരിക്കില്ല. കൂടാതെ പാർലമെന്റിന്റെയോ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ നിയമസഭയുടെ അംഗം ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹം ഉപരാഷ്ട്രപതിയായി സ്ഥാനമേൽക്കുന്ന തീയതിയിൽ ആ സഭയിൽ ആ സ്ഥാനം ഒഴിഞ്ഞതായി കണക്കാക്കപ്പെടുന്നതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞുതരാം. ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർലമെന്റോ സ്റ്റേറ്റിന്റെ ആയിക്കോട്ടെ, ഓക്കെ, മറ്റു ഇന്ത്യ അല്ലെങ്കിൽ ഇപ്പോൾ ലോക്സഭ ആയിക്കോട്ടെ, എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം ഒരു സ്ഥാനം നിർവഹിക്കാൻ പാടുള്ളതല്ല. ഓക്കെ ആണല്ലോ. ഈ അത്തരത്തിലൊരു സ്ഥാനം എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് MP ആയിട്ടോ MLA ആയിട്ടോ മറ്റു എന്ത് അദ്ദേഹത്തിന് സ്ഥാനം എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ഥാനം എന്ത് പറ്റില്ല, അലങ്കരിക്കാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ അത്തരത്തിൽ ഒരു വ്യക്തിയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, ഇപ്പോൾ പോട്ടെ, ഇപ്പോൾ ഒരു MP ആയിട്ടൊരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അദ്ദേഹം ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സ്ഥാനം അല്ലെങ്കിൽ MP ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ MLA ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള എന്ത് ചെയ്യുക, ബാക്കിയുള്ള സ്ഥാനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് നിർവഹിക്കാൻ പാടുള്ളതല്ല അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ആർട്ടിക്കിൾ 66(2) പറയുന്നത്. ഓക്കെ ആണല്ലോ. 66(2) പറയുന്നത് എന്താണ്, ഒരു ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെയോ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെയോ നിയമസഭയുടെയോ അംഗമായിരിക്കാൻ പാടില്ല. അഥവാ ആണെങ്കിൽ തന്നെ അദ്ദേഹം ഉപരാഷ്ട്രപതിയായി ചുമതല ഏൽക്കുന്ന സമയം മുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് മറ്റുള്ള സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ആ സഭയിൽ ആ സ്ഥാനം എന്ത് ചെയ്യും, ഇല്ലാതാവുകയായിരിക്കും. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ആർട്ടിക്കിളിന്റെ ബാക്കി 3 നോക്കാം. ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ആർക്കൊക്കെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കാൻ പറ്റും, അല്ലെ അതിന്റെ എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് എന്ത് പറയുന്നത്, 3 പറയുന്നത്. ഓക്കെ ആണല്ലോ. നോക്കാം. 1 പറഞ്ഞ് 2 പറഞ്ഞ് മൂന്നാമത്തെ എന്താ നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ. 3 എന്താണെന്ന് നോക്കാം. ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെ പറ്റില്ല, ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ, ഒന്നാമത് എന്താണ്, നമ്മുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ എന്ത് ചെയ്യുക, ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതിയാവാൻ അർഹതയില്ല. ഓക്കെ ആണല്ലോ. 35 വയസ്സ് പൂർത്തിയായിട്ടില്ലെങ്കിൽ, ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മുടെ ഉപരാഷ്ട്രപതിയായിട്ട് ഒരു വ്യക്തി നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുപോകാനുണ്ട്, ഇവൻ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇവരെ എത്തിയ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നത് ഇവന് ഉപരാഷ്ട്രപതിയാക്കാന്ന് പറയുന്നു. ഓക്കെ, ഇവന് 35 വയസ്സിലേക്ക് പറ്റുമോ, ഇല്ല. അയാൾക്ക് എന്ത് വേണം, 35 വയസ്സ് പൂർത്തിയായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അർഹതയില്ല. അതേപോലെ തന്നെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ യോഗ്യതയില്ലെങ്കിൽ, അതായത് ഈ പറയുന്ന കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് വെച്ചാൽ രാജ്യസഭയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് ഒരു അംഗമായി തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താവാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഒരു എന്ത് ചെയ്യാൻ പറ്റില്ല, വൈസ് പ്രസിഡന്റ് ആയിരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത് എന്തായിരിക്കണം, സിമ്പിളായ കാര്യം എന്താണ്, സിറ്റിസൺ ആയിരിക്കണം, ഇന്ത്യയുടെ ഒരു പൗരനായിരിക്കണം. ഇത്രയും ഓർത്താൽ മതി. എന്തൊക്കെ ആയിരിക്കണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കാൻ പറ്റില്ലെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇന്ത്യയുടെ എന്ത് ചെയ്യുക, ഒരു പൗരനായിരിക്കണം, അദ്ദേഹം 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അതേപോലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ അംഗമാവാൻ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഉദ്ദേശിക്കുന്നത് രാജ്യസഭയിലെ അംഗമാവാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, യോഗ്യത ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് എന്താവാം, ഒരു വൈസ് പ്രസിഡന്റ് ആവണം. ഓക്കെ, അവരെന്ത് ചെയ്യുക, പക്ഷേ ഞങ്ങളെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവനെ ഞങ്ങൾ വൈസ് പ്രസിഡന്റ് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇവനെ കൊണ്ട് നിർത്തുന്നത് പറയണം, അല്ലാതെ നമുക്ക് ഓടിച്ചെന്ന് കയറി അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്തത്, ഇന്ത്യ ഗവൺമെന്റിലോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലോ അല്ലെങ്കിൽ പറഞ്ഞ ഗവൺമെന്റുകളുടെ നിയന്ത്രണത്തിന് വിധേയമായ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിന്റെയോ മറ്റ് അതോറിറ്റികളുടെ കീഴിലുള്ള ഏതെങ്കിലും ആദായപരമായ പദവി വഹിക്കുന്ന ഒരാൾക്ക് വൈസ് പ്രസിഡന്റെ തിരഞ്ഞെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലായ്മ തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ്, സെൻട്രലോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലോ എന്താണ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി. ഓക്കെ ആണല്ലോ. അപ്പോൾ അദ്ദേഹം ഏത് തദ്ദേശ സ്ഥാപനത്തിന് മറ്റ് അതോറിറ്റിയുടെ കീഴിലുള്ള ആദായപരമായ പദവി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ശമ്പളം മേടിക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അത്തരത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ കാരുണ്യമല്ലല്ലോ ചെയ്യുന്നത്, ജോലിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ജോലി എന്ത് ചെയ്യുക, ശമ്പളം മേടിക്കുക, അതിൽ അത്തരത്തിലുള്ള എന്ത് ചെയ്യുക, ആദായം കൈപ്പറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഗവൺമെൻറ് സ്ഥാപനത്തിലെ മറ്റെന്ത് ചെയ്യുക പങ്കെടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഇലക്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാൻ സാധിക്കുന്നതല്ല, പ്രസിഡന്റ് ഇലക്ഷന് നിൽക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് അത് പറയുന്നത്. ഓക്കെ, ഇന്ത്യ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ കീഴിൽ എന്ത് ചെയ്യുക ജോലി ചെയ്യുന്നൊരു വ്യക്തിക്ക് അതിൽ അവരുടെ ആദായം എന്ത് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വൈസ് പ്രസിഡൻ്റായിട്ട് നിൽക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന 4ാമത്തെ ഭാഗം പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 68. ഓക്കെ, ആർട്ടിക്കിൾ 68 എന്താ പറയുന്നത് നോക്കാം. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ ഒഴിവ് നികത്തിനുള്ള തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമയവും ഒരു ആകസ്മിക ഒഴിവ് നികത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ കാലാവധിയും. ഓക്കെ, അതായത് ഒരു വൈസ് പ്രസിഡന്റ് ഓക്കെ ഇപ്പോൾ നമ്മുടെ എന്താ ജഗദീപ് ധൻഖർ സാർ ഇതുപോലെ പുള്ളി എന്ത് ചെയ്യുക, ഒരു രാത്രി പുള്ളി പറയുക എനിക്ക് വയ്യ ഞാൻ നിർത്തിയിട്ട് പോകുക എന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ സ്ഥാനം ഇനി ആര് നിർവഹിക്കണം? ഓക്കെ, ആ സ്ഥാനം ഇനി ആര് നിർവഹിക്കണം? അതേപോലെ തന്നെ ആ സ്ഥാനത്തേക്ക് എത്ര പെട്ടെന്ന് തന്നെ ഒരു വ്യക്തി എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു പ്രസിഡന്റായിട്ട് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റായിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹത്തെ നിയമിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 68. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ആർട്ടിക്കിൾ ഏതാണ്? 68 ആർട്ടിക്കിൾ 68 പ്രകാരമാണ് ഇനി സംവിധാനങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഉപരാഷ്ട്രപതി ഔദ്യോഗിക കാലാവധി അവസാനിക്കെ ഉണ്ടാകുന്ന ഒഴിവ് നികത്താനുള്ള തിരഞ്ഞെടുപ്പ് ആ കാലാവധി അവസാനിക്കുന്ന മുമ്പ് പൂർത്തിയാക്കേണ്ടതാണ്. ഓക്കെ, ഉപരാഷ്ട്രപതി പറയുന്നു അദ്ദേഹത്തിന്റെ കാലാവധി തീരാൻ പോകുന്നു. ഓക്കെ, അദ്ദേഹത്തിന് 5 വർഷമാണല്ലോ ഒരു ഉപരാഷ്ട്രപതിയുടെ കാലാവധി പറയുന്നത്. 5 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹം വിരമിക്കാൻ പോവുകയാണ്. ഓക്കെ, എനിക്ക് വയ്യ ഞാൻ നിർത്തി ഞാൻ പോവാന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, അപ്പോൾ അദ്ദേഹം 5 വർഷത്തിനുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്തു, 5 വർഷം കാലാവധി കഴിഞ്ഞ് പുള്ളി എന്ത് ചെയ്തു, നിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കാലാവധി ഒഴിഞ്ഞ് അദ്ദേഹം സീറ്റിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, അടുത്തൊരു ഇലക്ഷൻ നടത്തി എന്ത് ചെയ്യണം, അദ്ദേഹത്തെ ഒരു വൈസ് പ്രസിഡന്റ് എന്ത് ചെയ്യണം അവിടെ സ്ഥാനാരോഹണം ചെയ്യേണ്ടത് ആണ്. ഓക്കെ ആണല്ലോ. അതായത് ഒരു വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, മറ്റൊരു വൈസ് പ്രസിഡന്റ് എന്ത് ചെയ്യണം, ഇലക്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ 68 പറയുന്നത്. എന്താണ് ആർട്ടിക്കിൾ 68 പറയുന്നത്? എന്താണ് ആർട്ടിക്കിൾ 68 പറയുന്നത്? എന്താണ് ആർട്ടിക്കിൾ 68 പറയുന്നത് എന്താണ്? ഉപരാഷ്ട്രപതി ഔദ്യോഗിക കാലാവധി അവസാനിക്കുക എന്ത് ചെയ്യണം, ഉണ്ടാകുന്ന ഒഴിവ് നികത്താൻ വേണ്ടി മറ്റെന്ത് ചെയ്യണം, ആ കാലാവധി കഴിയുന്നതിന് മുമ്പായിട്ട് പുതിയൊരു രാഷ്ട്രപതി എന്ത് ചെയ്യണം, ഉപരാഷ്ട്രപതി എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കേണ്ടതാണ്. അതാണ് ആർട്ടിക്കിൾ 68 പറയുന്നത്. 2 നോക്കാം. ഉപരാഷ്ട്രപതിയുടെ മരണമോ രാജിയോ അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെടലോ നിമിത്തം ഉണ്ടാകുന്ന ഒഴിവ് നികത്തുന്നതിനുള്ള ഇലക്ഷൻ ആ ഒഴിവ് ഉണ്ടായ ശേഷം കഴിയുന്നതിലും വേഗം നടത്തുന്നതും. ആ ഒഴിവ് നികത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആർട്ടിക്കിൾ 67 പ്രകാരം അദ്ദേഹം ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ പൂർണ്ണ കാലാവധി 5 വർഷത്തേക്ക് ഉദ്യോഗം നിർവഹിക്കാൻ അവകാശം ഉണ്ടായിരിക്കുന്നതും ആകുന്നു. കണ്ടിട്ട് നിങ്ങൾക്ക് ഇച്ചിരി പേടി വന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഉപരാഷ്ട്രപതിക്ക് മരണം ഉണ്ടാകുന്നു, പുള്ളി എന്ത് മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ രാജിവെക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുക അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ നടന്നിട്ട് എന്താണ്, അദ്ദേഹം രാജിവെക്കുകയാണ് ഉണ്ടായത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് എന്തായിരിക്കും? അപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള ഒഴിവുണ്ടല്ലോ, ഈ ഒഴിവ് നികത്താൻ വേണ്ടി മറ്റൊരു ഇലക്ഷൻ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, നടത്തണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. കഴിവതും വേഗം എന്ത് ചെയ്യണം, മറ്റൊരു ഇലക്ഷൻ നടത്തിയിരിക്കണം. എന്താണ് കഴിവതും വേഗം എന്ത് ചെയ്യണം, മറ്റൊരു ഇലക്ഷൻ നടത്തിയിരിക്കണം. കൂടാതെ തന്നെ എന്ത് ചെയ്യണം, ആ പുതുതായിട്ട് കയറുന്ന വ്യക്തി ഓക്കെ ജഗദീപ് പുതിയ പുള്ളി ഇറങ്ങിയിട്ട് കുറച്ച് ഇനി ഉണ്ടല്ലോ, കുറച്ച് വർഷം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി പുതുതായിട്ട് നിയമിതനാകുന്ന വ്യക്തി കഴിഞ്ഞാൽ അത്രയും വർഷത്തേക്ക് മാത്രമല്ല ഇനി നിയമം അദ്ദേഹം ഭരിക്കാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റായിട്ട് ഇരിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് പുതിയൊരു വ്യക്തി ഞാനിപ്പോൾ എനിക്ക് 5 വർഷമുണ്ട് രാഷ്ട്രപതിയായിട്ട് ഇരിക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ 2ാമത്തെ വർഷം ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് വയ്യെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു, രാജിക്കത്ത് പ്രസിഡന്റാണ് എഴുതി കൊടുക്കുന്നത്. പ്രസിഡന്റ് രാജിക്കത്ത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്താണ് എഴുതി കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇപ്പം ഞാൻ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ പുതുതായിട്ട് മറ്റൊരു വ്യക്തി വരുന്നു. ഓക്കെ, മറ്റൊരു വ്യക്തി വരികയാണ്. അവിടെ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം, അടുത്ത 5 വർഷത്തേക്ക് എന്ത് ചെയ്യാം, അല്ലാതെ ഞാൻ നിർത്തിയിട്ട് പോയിട്ട് അടുത്ത 3 വർഷത്തേക്കല്ല അദ്ദേഹം ഭരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തെ അടുത്ത 5 വർഷത്തേക്ക് കൂടെ എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ഭരിക്കാനുള്ള അവകാശം എന്ത് കൊടുക്കുന്നു, ആർട്ടിക്കിൾ 68(2) നൽകുന്നു. ഓക്കെ ആണല്ലോ. 68(2) നൽകുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത ആർട്ടിക്കിൾ 72. ഓക്കെ, ബാക്കിയുള്ള ആർട്ടിക്കിൾ നമുക്ക് പറയാം. ഓക്കെ, ഇത് വളരെ സുപ്രധാനമായിട്ടൊരു സംവിധാനമാണ് നമ്മൾ ആർട്ടിക്കിൾ 72 പെട്ടെന്ന് എടുത്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. ചില കേസുകളിൽ മാപ്പ് നൽകുന്നതിനോ മറ്റും ശിക്ഷ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നതിന് ഇളവ് ചെയ്യുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ പറയുന്ന ആർട്ടിക്കിളാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ, ഒരു രാഷ്ട്രപതി എന്ന് പറയുന്നത് രാഷ്ട്രപതിക്ക് എന്തിനുള്ള അധികാരമുണ്ട്? രാഷ്ട്രപതിക്ക് ചില കുലക്കുറ്റങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ എന്താണ് തൂക്കേറൊക്കെ വിധിച്ച ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ദയാഹർജിയൊക്കെ നൽകി എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് നിന്നൊക്കെ മാറ്റി ജീവപര്യന്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇളവൊക്കെ നൽകാൻ ആർക്ക് സാധിക്കും? നമ്മുടെ രാഷ്ട്രപതിക്ക് സാധിക്കുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 72. ഏതാണ്? ആർട്ടിക്കിൾ 72. ആർട്ടിക്കിൾ 72 നോക്കിയേക്കാം. അല്ലേ,
ആർട്ടിക്കിൾ 72 പറയുന്നത് എന്താണ്? ഏതെങ്കിലും കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾക്ക് മാപ്പ് നൽകാനോ ഇളവ് നൽകാനോ സാവകാശം നൽകാനോ ശിക്ഷയിൽ ഇളവ് നൽകാനോ അല്ലെങ്കിൽ ശിക്ഷ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനോ ഇളവ് ചെയ്യാനോ പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അതായത് ഏതെങ്കിലും കുറ്റം ചെയ്യപ്പെട്ട വ്യക്തിക്ക് അല്ലെങ്കിൽ കുറ്റം ആരോപിതനായിട്ട് ജയിലിൽ പോയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് അദ്ദേഹത്തിന് ഒന്നെങ്കിൽ മാപ്പ് നൽകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ശിക്ഷയ്ക്ക് ഇളവ് നൽകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരിപ്പം എന്താണ് തൂക്കുകയർ വെച്ചിരിക്കുന്ന വിധിയാണ് അദ്ദേഹത്തിന് ഒരു 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, തൂക്കിക്കൊല്ലുന്നാണെങ്കിൽ ആ സമയ കാലാവധി നീട്ടിവെക്കാൻ സാവകാശം നൽകാൻ എന്ത് പറ്റും, അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് നൽകാനോ ഒക്കെയാണല്ലോ, അല്ലെങ്കിൽ ശിക്ഷ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനോ ഒക്കെയാണല്ലോ. ശിക്ഷ താൽക്കാലമായിട്ട് നിർത്തിവെക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിധി പറയേണ്ട നിർത്തിവെക്കാൻ പറഞ്ഞാൽ നിർത്തിവെക്കാനോ ഇളവ് ചെയ്യാനോ ആർക്ക് അധികാരമുണ്ട്? പ്രസിഡന്റിന് അധികാരമുണ്ട്. അങ്ങനെ സിനിമയിലെ കണ്ടിട്ടില്ലേ പ്രസിഡന്റിന് അധികാരമുള്ളത്? പ്രസിഡന്റ് അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യാം, എനിക്ക് ഇളവ് നൽകി തരണമെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, പെറ്റീഷൻ അക്കൗണ്ട് കിട്ടില്ല ഫയൽ ചെയ്യുന്നതൊക്കെ അത് സംവിധാനത്ത് അത് തന്നെയാണ്. എന്താണ് ആർട്ടിക്കിൾ 72 പ്രകാരമാണ് അത് ചെയ്യുന്നത്. അതാണ് ആർട്ടിക്കിൾ 72 പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, ഒരു കുറ്റം ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് അദ്ദേഹത്തിന് ശിക്ഷ എന്ത് ചെയ്യുന്നുണ്ട്, സുപ്രീം കോടതിയിൽ നിന്നോ മറ്റെന്തെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ വ്യക്തികൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് വിധിച്ച ശേഷം മാറ്റം എന്ത് ചെയ്യും, പ്രസിഡന്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സുപ്രീം കോടതിയാണ് അപ്പെക്സ് കോടതി എന്ന് പറയുന്നത്. അതിനുശേഷം മാത്രമേ ആരെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രസിഡന്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പ്രസിഡന്റിന് അവർക്ക് ശിക്ഷ എന്ത് ചെയ്യാൻ പറ്റും, ഇളവ് നൽകാൻ പറ്റും, അല്ലെങ്കിൽ ശിക്ഷ കാലാവധി നീട്ടിവെക്കാൻ പറ്റും, അല്ലെങ്കിൽ ശിക്ഷയിൽ എന്ത് ചെയ്യാൻ പറ്റും, മാപ്പ് നൽകാൻ പറ്റും. ഒക്കെയാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആർക്ക് പറ്റും, പ്രസിഡന്റിന് സാധിക്കുന്നതാണ്. ഒക്കെയാണ് ആർട്ടിക്കിൾ 62(1)(a) എന്താണ് പറയുന്നത് നോക്കാം. ഇത് ഏതൊക്കെ കോടതിയിലെ ആർക്കൊക്കെ ബാധകമാവും നമുക്ക് നോക്കണ്ടായോ അല്ലേ? 1, ഒരു ആർമി കോർട്ട് വഴി ശിക്ഷയുള്ള കേസുകൾ നൽകി, അതായത് ആർമിക്ക് സ്വന്തമായിട്ട് ഒരു കോടതിക്കുള്ള കാര്യങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അത്തരത്തിൽ ആർമി കോടതി വഴി ഏതൊരു പട്ടാളക്കാർക്ക് അങ്ങനെ മറ്റുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യുക, ഒരു ശിക്ഷയോ അല്ലെങ്കിൽ മാർഷൽ ലോ മറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംവിധാനങ്ങളോ എന്ത് ചെയ്യുക, കേസുകളിലെ മറ്റും കുടുങ്ങി അദ്ദേഹത്തെ ജയിലിലാക്കിപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ള എന്ത് ചെയ്യാൻ പറ്റും, ഒരു ശിക്ഷ ഇളവ് നൽകാനോ മാപ്പ് നൽകാനോ ഒക്കെ ആർക്ക് പറ്റും, അതിനകത്ത് അധികാരം എടുക്കാൻ ആർക്ക് പറ്റും, അതിന് പ്രസിഡന്റിന് സാധിക്കുന്നതായിരിക്കും. അടുത്ത് നോക്കാം, യൂണിയൻ എക്സിക്യൂട്ടീവ് അധികാരം വ്യാപിക്കുന്ന കാര്യമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിയമത്തിനെതിരായ കുറ്റകൃത്യത്തിന് ശിക്ഷയോ ഉള്ള കേസുകളുള്ള, അതായത് എന്താണ് യൂണിയൻ എക്സിക്യൂട്ടീവിന് അധികാരം വ്യാപിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിയമത്തിനെതിരായിട്ടുള്ള കാര്യത്തിനൊക്കെ നിയമത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യത്തിന് എന്ത് ചെയ്യാൻ, ഏതൊരു വ്യക്തിയെ പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ, നിയമത്തിനെതിരായപ്പെട്ട കാര്യത്തിന് എന്ത് ചെയ്യും, ഒരു വ്യക്തിയെ പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ശിക്ഷയുള്ള ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് എല്ലാ കേസുകളിലും എന്ത് ചെയ്യാൻ പറ്റും, ശിക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇളവോ മറ്റെന്തെങ്കിലും നൽകി കൊടുക്കാൻ ആർക്ക് പറ്റും, പ്രസിഡന്റിന് സാധിക്കുന്നതായിരിക്കും. അതിനാൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും, അതിന് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, മുംബൈ ബ്ലാസ്റ്റ് അറ്റാക്കിൻ്റെ സമയത്തൊക്കെ എന്ത് ചെയ്തിരുന്നു, അതിനകത്തൊക്കെ അംഗമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി എനിക്ക് അറിയാമായിരിക്കും. അദ്ദേഹത്തിനൊക്കെ എന്ത് ചെയ്യുക, ആ പുള്ളിക്ക് എന്താണ് ഇത്തരത്തിൽ ഇളവ് നൽകാൻ വേണ്ടി അവരുടെ വീട്ടുകാരെന്ത് ചെയ്തിരുന്നു, പ്രസിഡന്റിനെ അപ്രോച്ച് ചെയ്ത കാര്യം എനിക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അടുത്തത് വധശിക്ഷ എല്ലാ കേസുകളിലും ഇത് സുപ്രധാനമായിട്ട് പ്രത്യേകതയാണ്. അതായത് ഒരു കോടതി, സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. നോക്കാണല്ലോ, ഇപ്പോൾ ഹൈക്കോടതി വരെ വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു അപ്പീലുമായിട്ട് സുപ്രീം കോടതി ചെല്ലാൻ പറ്റും. സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മറ്റും ചെയ്യാനില്ല എന്നുള്ളത് വിചാരിച്ചിരിക്കും എന്ത് ചെയ്യാൻ പറ്റും, പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ശിക്ഷാവിധി അതായത് വധശിക്ഷയായിട്ടുള്ള എല്ലാ കേസുകളിലും ഒരു തീരുമാനമെടുക്കാൻ ആർക്ക് സാധിക്കുന്നതായിരിക്കും, പ്രസിഡന്റിന് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രത്തോളം പവർഫുൾ ആയിട്ട് വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അപ്പെക്സ് കോടതി സുപ്രീം കോടതിയുടെ വധശിക്ഷയെ പോലും എന്ത് ചെയ്യാൻ പറ്റും, ഇതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു അധികാരമാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 72 പ്രസിഡന്റിന് നൽകിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ആർട്ടിക്കിൾ 67 നമ്മൾ തൊട്ട് മുമ്പ് എടുത്തതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ. ആർട്ടിക്കിൾ 70 എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റിന്റെ കാലാവധിയെക്കുറിച്ച് സംസാരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 67 എന്ന് പറയുന്നത്. നോക്കി വന്നേക്കാം. ഉപരാഷ്ട്രപതിയുടെ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന തീയതി മുതൽ 5 വർഷത്തേക്ക് പദവിയിൽ തുടരും. നമുക്കറിയാമല്ലോ 5 വർഷത്തേക്ക് ഉപരാഷ്ട്രപതിയുടെ സ്ഥാനം എന്ത് ചെയ്യാൻ പറ്റും, അതേപോലെ നിലനിൽക്കുന്നതായിരിക്കും. അതിന് ഒന്നും നോക്കാം. അതിൽ 67 എന്താണ്, ഒരു വൈസ് പ്രസിഡന്റിന്റെ സ്വന്തം കൈപ്പിഴ എഴുതി നൽകി തന്റെ സ്ഥാനം രാജിവെക്കാന്നുള്ളതാണ്. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ജഗദീപ് ധൻഖർ അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പിടയിൽ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് എഴുതി ഒപ്പിട്ട് ആർക്ക് കൊടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അദ്ദേഹത്തിന്റെ കൈപ്പിടയിൽ വെറുതെ എഴുതി കൊടുത്താൽ പോരാ, എഴുതി ഒപ്പിട്ട് ആർക്ക് കൊടുക്കണം, നമ്മുടെ പ്രസിഡന്റിന് കൊടുത്താൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, അത് രാജിയായിട്ട് കണക്കാക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ. തൊട്ട് ബി നോക്കാം. കൗൺസിലിൽ അന്നത്തെ എല്ലാ അംഗങ്ങളെയും ഭൂരിപക്ഷം പാസ്സാക്കുന്നതും ജനപ്രതിനിധി സഭ അംഗീകരിച്ചതുമായിട്ട് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ ഒരു പ്രമേയത്തിലൂടെ വൈസ് പ്രസിഡന്റ് തന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാം. എന്നാൽ പ്രമേയം അവതരിപ്പിക്കാൻ ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിൽ ഖണ്ഡികയ്ക്കുള്ള പ്രമേയം അവതരിപ്പിക്കാൻ പാടുള്ളതല്ല. അതായത് ഒരു കൗൺസിൽ, അതാണ് കൗൺസിൽ അന്നത്തെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം പാസ്സാക്കിയതും ജനപ്രതിനിധി സഭ അംഗീകരിച്ചിട്ടുള്ള കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഒരു പ്രമേയത്തിലൂടെ. ഓക്കെ, അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് വെച്ചാൽ രാജ്യസഭയിലുള്ള എല്ലാ അംഗങ്ങളും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഒരു യോഗം കൂടി അവരെല്ലാം കൂടെ എന്ത് ചെയ്യും, ഭൂരിപക്ഷമായിട്ട് എന്ത് ചെയ്തു, ഒരു പാസ്സാക്കുന്ന നിയമം എന്ത് ചെയ്തു പാസ്സാക്കുന്നത്. അതായത് ഇപ്പം എന്ത് ചെയ്യുക, വൈസ് പ്രസിഡന്റ് എടുത്ത് കളയാന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്ന ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ, ഓക്കെ ആണല്ലോ, പാസ്സാക്കുകയാണെങ്കിൽ അവർക്ക് പാസ്സാക്കാനൊക്കെ പറ്റും. ഓക്കെ, അവർക്ക് പാസ്സാക്കാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യണം,
അതാണ് പറഞ്ഞിട്ടുള്ളത്. കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ് 14 ദിവസം മുമ്പെങ്കിലും ഞങ്ങൾ എല്ലാം കൂടെ കൂടിച്ചേർന്ന് സാറിനെ ഇപ്പോൾ എടുത്ത് കളയാൻ പോവുകയാണ് എന്നുള്ള എന്താ ഒരു അറിയിപ്പ്. അങ്ങനെയല്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓർത്തിരിക്കാൻ വേണ്ടി. എന്ത് ചെയ്യുക, പുള്ളി എടുത്ത് കളയാൻ പോകുക എന്നുള്ള എന്ത് ചെയ്യുക അറിയിപ്പ് ആർക്ക് നൽകണം? പുള്ളിക്ക് നൽകിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരെല്ലാം കൂടെ കൂട്ടാൻ കൂടിയിരുന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പം ഒരു എന്താണ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനകത്തുള്ള, അതായത് എന്താണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനകത്ത് ഉണ്ടായ വ്യക്തികളെല്ലാം കൂടെ എന്ത് ചെയ്യുക, അംഗങ്ങളെല്ലാം കൂടെ ഭൂരിഭാഷം പാസ്സാക്കിയിട്ടുള്ള ഈ സംവിധാനം എന്ത് ചെയ്യില്ല, വർക്കാവുന്നതായിരിക്കില്ല. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവതരിപ്പിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഓക്കെ, പ്രമേയം എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അവതരിപ്പിക്കാൻ പറ്റില്ല. ആ പുള്ളി എന്ത് ചെയ്യണം, 12 ദിവസത്തിന് മുമ്പെങ്കിലും അറിയിക്കണം. എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ഞങ്ങൾക്ക് പുള്ളി എന്ത് എടുത്ത് കളയാൻ പോകുക എന്നുള്ളത് 12 ദിവസം മുമ്പ് അറിയിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, രാവിലെ ദിവസം ഒന്ന് കയറിയിട്ട് ഭൂരിപക്ഷം പാസ്സാക്കി പ്രമേയം പാസ്സാക്കി എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പ്രമേയം വർക്കാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ആർട്ടിക്കിൾ 67 പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത അതിൻ്റെ സി നോക്കാം. വൈസ് പ്രസിഡന്റ് തൻ്റെ കാലാവധി കഴിഞ്ഞാലും തൻ്റെ പിൻഗാമി തൻ്റെ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത് വരെ പദവിയിൽ തുടരാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് പ്രസിഡന്റിൻ്റെ കാലാവധി കഴിഞ്ഞ്, ഓക്കെ, പുള്ളിയുടെ കാലാവധി കഴിഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോയിന്ന്. ഓക്കെ, തൊട്ടുമ്പോൾ രാംനാഥ് കോവിന്ദ് ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ രാംനാഥ് കോവിന്ദ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് പുള്ളി ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നു. ഓക്കെ, അപ്പോൾ പുള്ളി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയ ശേഷം എന്ത് ചെയ്യാൻ പറ്റും, വൈസ് പ്രസിഡന്റ് ദ്രൗപദി മുർമു വരുന്നവരെ എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്, ഇതിലൂടെ പറയുന്നത്. ഓക്കെ അല്ലേ, എന്താണല്ലേ. അടുത്ത ആർട്ടിക്കിൾ 69 നോക്കാം. ആർട്ടിക്കിൾ 69 നോക്കാം. വൈസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ സ്ഥിരീകരണവുമായി ഉപരാഷ്ട്രപതിയോ തൻ്റെ ഓഫീസിൽ പ്രവേശിക്കുന്ന മുമ്പ് രാഷ്ട്രപതിയുടെ അല്ലെങ്കിൽ അദ്ദേഹം നിയമിച്ച മറ്റൊരാളുടെ മുമ്പാകെ താഴെ പറയുന്ന രൂപത്തിൽ സത്യപ്രതിജ്ഞയോ സ്ഥിരീകരണമോ നടത്തേണ്ടതാണ് എന്നുള്ളതാണ്. അതായത് ഒരാൾ തൻ്റെ സ്ഥാനം ഏൽക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, സത്യപ്രതിജ്ഞ ചെയ്യണം. ഓക്കെ, അറിയാമായിരിക്കുമല്ലോ അല്ലേ, പതിവ് ഗവർണർമാരും മറ്റുള്ളവരെല്ലാം ഇന്ത്യ സത്യപ്രതിജ്ഞയായിട്ടാണ് എന്ത് ചെയ്യുന്ന ഒരു സ്ഥാനം ഏൽക്കുന്നത്. അതിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ വന്നിട്ട് നീക്കുമല്ലോ അല്ലേ, എന്തിനാ പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്യുന്നത്. അതെങ്ങനെ പറയണമെന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നിയമപ്രകാരം സ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥവും വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഞാൻ പ്രവേശിക്കാൻ പോകുന്ന കടമ നിറവേറ്റുമെന്നും ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു എന്താണ്, ഒരു ഓർത്താണ്. അതായത് ഇപ്പം എന്താണ്, നമ്മൾ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ. ഈ പ്രതിജ്ഞ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ കസേര ചെന്നിരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, രാവിലെ വന്ന് കത്ത് കൊടുത്ത് സാറിനെ പ്രസിഡന്റ് ആക്കി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ കസേര ഇരിക്കാൻ പറ്റില്ല. എന്താണ്, അതായത് ഒരു ഇതേപോലെ എന്താണ്, പുള്ളി എന്ത് ചെയ്യുക, വന്നിരുന്ന് എന്ത് ചെയ്യുക, സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അദ്ദേഹത്തിന് ആ സ്ഥാനം എന്ത് ചെയ്യുക, ഏറ്റെടുക്കാൻ സാധിക്കുക ഉള്ളൂ എന്നുള്ളതാണ്. അടുത്തത് ആർട്ടിക്കിൾ 70. ആർട്ടിക്കിൾ 70 എന്താണ്, രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ പദവി നിർവഹണം ഉപരാഷ്ട്രപതിക്ക് ഉണ്ടായിരിക്കുന്നതാണെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 70. അതായത് രാഷ്ട്രപതി ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ പൂർണ്ണ അധികാരവും എന്താണ്, പദവി ആർക്ക് ലഭിക്കുന്നതായിരിക്കും, വൈസ് പ്രസിഡന്റിന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അത് ആർട്ടിക്കിൾ 71 പറയുന്നത് എന്താണ്, പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 71 പറയുന്നത്. അതിന് ഒന്നാമത്തെ കാര്യം എന്താ നോക്കാം. സംശയങ്ങൾ തർക്കമായിട്ട് സുപ്രീം കോടതി അന്വേഷണം നടത്തി തീരുമാനിക്കാൻ അന്തിമമായിരിക്കും. അതായത് ഇപ്പം എന്താണ്, ഹൗസുകളിൽ ഓരോന്നായിട്ട് അല്ലെങ്കിൽ ഓരോ ഹൗസുകളിലായിട്ട് നിൽക്കുന്നവർ, അപ്പം എന്താണ് ലോക്സഭ രാജ്യസഭ നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പായിട്ട് എനിക്ക് അത്ര വിശ്വാസമില്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, സുപ്രീം കോടതിയെ അവർക്ക് എന്ത് ചെയ്യാം, സമീപിക്കാം. സുപ്രീം കോടതി പറയുന്നു പിന്നെ ആളെ എന്ത് ചെയ്യുന്നു, ഞാൻ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആക്കിയതാണ്, പിന്നെ അത് വേറെ അപ്പീലൊന്നുമില്ല. ഇതാണ് പുള്ളി പറയുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നു ഇന്ന വ്യക്തിയാണ് പിന്നെ ഇനി മുതൽ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹം തന്നെയായിരിക്കും പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം. രണ്ടാമത് അതായത് ആർട്ടിക്കിൾ 71 2 പറയുന്നത് എന്താണെന്നറിയാമോ, സുപ്രീം കോടതി പറയുന്നു ഈ വ്യക്തി കൊള്ളത്തില്ല, ഈ വ്യക്തി ശരിയല്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അധികാരത്തെ അസാധുവാക്കുകയാണെങ്കിൽ, അസാധുവാക്കുന്നതിന് തൊട്ടും അപ്പോൾ എന്താണ്, ഇന്ന് രാവിലെ എന്ത് ചെയ്യുന്നു, അസാധുവാക്കുകയാണെങ്കിൽ ഇന്നലെ മുതൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം പുറപ്പെടുപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ അല്ലേ, പുറപ്പെടുപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം, ബില്ലുകളെല്ലാം എന്ത് ചെയ്യും, അതൊന്നും അസാധു ആവില്ല. ഓക്കെ ആണല്ലോ. ആ ദിവസം മുതലായിരിക്കും എന്ത് ചെയ്യുന്നത്, അസാധുവായിട്ട് മാറുന്നത്. ഓക്കെ, അതിന് മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അസാധു ആകുന്നത് ആയിരിക്കുക അല്ലെന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യണം, അതേപോലെ മൂന്നാമത്തത് ഒക്കെ ആണല്ലോ പ്രധാനമായിട്ടും കേട്ട ഒന്നാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം നോക്കി കഴിഞ്ഞാൽ പാർലമെന്റിൽ എന്ത് ചെയ്തു, ഒരു പ്രസിഡന്റിൻ്റെയോ അല്ലെങ്കിൽ എന്താ വൈസ് പ്രസിഡന്റിൻ്റെയോ ഇലക്ഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒരു നിയമം വഴിയെ മാറ്റി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നടത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ നിയമം സ്ഥാപിതമാണ്. നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ആർക്ക് പറ്റത്തുള്ളൂ, ഒരു പ്രസിഡന്റിൻ്റെയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിൻ്റെയൊക്കെ എന്ത് പറ്റുള്ളൂ, ഇലക്ഷൻ നടത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 71 3 പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ,
അടുത്തത് നമ്മുടെ ASLB അക്കാഡമി നമ്മുടെ ഒറ്റ കോഴ്സ് തന്നെ 5 പരീക്ഷകൾ പാസ്സാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കോഴ്സുമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ASLBയുടെ. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SBCID പോലുള്ള എക്സാമിനേഷൻസ് നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് സിലബസ് അറിയില്ല, നിങ്ങൾക്ക് പഠിക്കേണ്ടത് എങ്ങനെ അറിയില്ല, നിങ്ങൾ ട്രെയിൻ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ അത് സ്റ്റഡി പ്ലാൻ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാത്തവരാണ് നിങ്ങളെങ്കില്ല, നിങ്ങൾക്ക് മുന്നിലായിട്ടാണ് ഞങ്ങൾ ഈ പ്ലാന് കൊണ്ടുപോയിട്ടുള്ള. ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ കോഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 പരീക്ഷകൾ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് കോഴ്സസ് ഉണ്ട്, അതേപോലെ റെക്കോർഡ് ക്ലാസ്സസും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റുകളുണ്ട്, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. അതേപോലെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് സപ്പോർട്ടുകളുണ്ട്, മോട്ടിവേഷൻ സെക്ഷൻസുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അതേപോലെ സ്പെഷ്യൽ ടോപ്പിക്സ്, ഓക്കെ, ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് മറ്റുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ASLB അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ല എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആണല്ലോ, ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് CAA 1 പ്രകാരം 91 പ്രകാരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് എന്താണ്, നമ്മുടെ സ്പീക്കർ ഉണ്ടല്ലോ, സ്പീക്കറാണ് ഇതിൽ. അതായത് ഇപ്പം രാജ്യസഭയുടെ ചെയർമാനായിട്ടിരിക്കുന്ന വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യുന്നു, ഇറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഡെപ്യൂട്ടി സ്പീക്കർ എന്ത് ചെയ്യണം, അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടതാണെന്ന് പറയുന്ന ഒന്നാണ് ഈ പറയുന്ന 91A എന്ന് പറയുന്നത്. ഇപ്പം പെട്ടെന്ന് തോന്നിയുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്ര നേരം ഞങ്ങളുടെ ക്ലാസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നു, ഒരു നന്ദി ആശംസിച്ചുകൊള്ളുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കെല്ലാം നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.